കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്നത് യെശയ്യാപ്രവചനം 54 അധ്യായം, അതിൻ്റെ 17 തിരുവെഴുത്തുകൾ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇതുതന്നെയാകുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇവിടെ ദൈവജനത്തിനെതിരെ, ദൈവസഭയ്ക്കെതിരെ, ഇസ്രായേൽ ജനത്തിനെതിരെ ശത്രു ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല എന്ന് ദൈവം വാഗ്ദത്തം ചെയ്യുക. ഈ ആത്മമണ്ഡലത്തിൽ നിന്ന്, ആത്മീയ തലങ്ങളിൽ നിന്നോ സാത്താന്യ ആത്മമണ്ഡലങ്ങളിൽ നിന്നോ പ്രതിയോഗിയായി പ്രവർത്തിക്കുന്ന, എതിരാളിയായി പ്രവർത്തിക്കുന്ന സാത്താനും അവൻ്റെ സൈന്യങ്ങളും എക്കാലത്തും മനഃപൂർവ്വമായി ദൈവത്തിൻ്റെ ജനത്തെ ദ്രോഹിക്കാൻ വേണ്ടി യാതൊരു വ്യക്തിയും കയ്യിലെടുത്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കാത്ത, കർത്താവിനെ കർത്താവും ദൈവമെന്ന് യേശുവിനെ വിശ്വസിക്കാത്ത യാതൊരു ജനത്തെയും കയ്യിലെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ മുഴുബലത്തോടെ അവൻ ശ്രമിക്കും. എന്നാൽ ദൈവം പറയുന്നത്, ഈ യാതൊരു മനുഷ്യനെ കരങ്ങളെടുത്തുകൊണ്ട് സാത്താന്യ സാമ്രാജ്യം പ്രവർത്തിച്ചാലും നമുക്ക് വിരോധമായി ദൈവത്തിൻ്റെ ജനത്തിന്, ദൈവസഭയ്ക്ക്, സുവിശേഷത്തിന് എതിരായി പൈശാചിക മണ്ഡലം ഒരുക്കുന്ന സകലത്തെയും ദൈവം അബദ്ധമാക്കും. എന്നാൽ അവൻ കൊടുക്കുന്ന ഈ ആത്മമണ്ഡലം, സാത്താന്യ ആത്മമണ്ഡലം നിർദ്ദേശം കൊടുത്ത് ചില വ്യാജ വെളിപ്പാടുകളും ദർശനങ്ങളൊക്കെ നൽകി എന്തിനാ ഈ ജനത്തിനെതിരെ യുദ്ധം ചെയ്യുന്നതെന്ന് വെച്ചാൽ, അത് ദൈവത്തെ ശരിക്കും സേവിക്കുന്ന ജനത്തെ സാത്താന്യ സാമ്രാജ്യത്തിന് ഭയമാണ്, പിശാചിന് ഭയമാണ്. അവൻ പിശാചെന്ന് അറിയാതെ അവനെ സേവിക്കുന്ന ജനത്തിനും ഈ ദൈവജനത്തെ ഭയമാണ്. ചിന്തിച്ചു നോക്കിയാൽ അത് ഒരു രസാവഹമായ ഒരു കാര്യം കൂടിയാണ്. കാരണം കൂടാതെ ഒരു ക്രിസ്തു ഭക്തനെ ദൈവവചനമനുസരിച്ച് മറ്റുള്ളവരെ ദ്രോഹിക്കാതെ, മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തെ ഭയപ്പെടുത്തുന്നതും ഭീഷണിപ്പെടുത്തുന്നതും അവർക്കെതിരെ കർമ്മങ്ങൾ ചെയ്യുന്നതും ക്രിയകൾ ചെയ്യുന്നതും വാസ്തവത്തിൽ ഈ ജനത്തെ പേടിച്ചിട്ടാണ്. ഇവരെ ശരിക്കും പ്രതികരിക്കുന്നില്ല, യുദ്ധത്തിന് പോകുന്നില്ല, വഴക്കുണ്ടാക്കുന്നില്ല, അവർക്കെതിരെ പ്രവർത്തിക്കുന്നില്ല. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത്, ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത്, നമ്മെ ലോകത്തിന് ഭയമാണ്. ദൈവജനത്തെ ഇവർ ഭയപ്പെടുന്നു. പിശാച് പല കാര്യങ്ങളും നമുക്കെതിരായി കാണിച്ചു കൊടുത്ത് നമുക്കെതിരെ അവരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുമ്പോൾ തന്നെ ഒരു കാര്യം, രണ്ടു കൂട്ടരും നമ്മെ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇവിടെ പലപ്പോഴും ജാതികളും വംശങ്ങളും ഭൂമിയിലെ രാജാക്കന്മാരും ദേശങ്ങളുടെ അധിപതികളും യഹോവയ്ക്കും യഹോവയുടെ അഭിഷിക്തന്മാർക്കെതിരായി കൂടിയാലോചിക്കുന്നത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, എല്ലാ രാജ്യങ്ങളിലും എന്തുകൊണ്ടാണ് ദൈവത്തിനും ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്കും വിരോധമായൊരു ഗൂഢാലോചന? ശരിക്കും പറഞ്ഞാൽ ദൈവരാജ്യത്തിനെതിരെ ഒരിക്കലും സാത്താന് ഡയറക്റ്റായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഈ ദൈവരാജ്യം അനുഭവിക്കുന്ന നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവും ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന ദൈവജനത്തിന് എതിരെ പല തന്ത്രങ്ങളും ആവിഷ്കരിച്ച് അവരുടെ പ്രാർത്ഥനയെ മുടക്കുവാൻ, അവരുടെ കൂട്ടായ്മയെ ചിതറിച്ച് കളയുവാൻ, അവരുടെ ബലത്തെ, ശക്തിയെ കുറയ്ക്കുവാൻ, അവരുടെ കൂട്ടായ്മയുടെ ബലത്തെ കുറയ്ക്കുവാൻ ഒക്കെ ഇവൻ ശ്രമിക്കും. അപ്പോൾ നാം ഭയപ്പെട്ടു പോകരുത്. ഇവിടെ കൃത്യമായിട്ട് കർത്താവ് പറയുന്നുണ്ട്, നിനക്കെതിരായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. മനഃപൂർവ്വമായിട്ടാണ് കൂട്ടം കൂടുന്നത്. യഹോവയ്ക്ക് യഹോവയുടെ അഭിഷിക്തന്മാർക്ക് വിരോധമായി, ദൈവസഭയ്ക്കെതിരായി, ദൈവജനത്തിനെതിരായി മനഃപൂർവ്വമാണ് കൂട്ടം കൂടുന്നത്. അപവാദ രേഖകൾ ഉണ്ടാക്കുന്നത്, പ്രശ്നം സൃഷ്ടിക്കുന്നത്, കൊല്ലുവാൻ ശ്രമിക്കുന്നത്, മോഷ്ടിക്കാനും അറുക്കാനും മുടിക്കുവാനും നോക്കുന്നത്, അത് മനഃപൂർവ്വമായിട്ട് പിശാച് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ്. മനുഷ്യൻ്റെ സ്വന്തം ബുദ്ധിയിൽ ഉളവാകുന്നതല്ല. പക്ഷെ പലപ്പോഴും ജനം മനസ്സിലാക്കുന്നില്ല. ജനം മറ്റുള്ളവരെ കുറ്റം പറയുന്നു. അത് അവൻ്റെ സ്വന്തം ഇഷ്ടത്താലാണ്, അല്ലെങ്കിൽ അവൻ മദ്യപിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവൻ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടാണ്, അവന് ലോകത്തോടുള്ള മോഹം കൊണ്ടാണ്. വാസ്തവം ഇതെല്ലാം കറക്റ്റാണ്. പക്ഷേ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് ദൈവത്തിൻ്റെയും ദൈവജനത്തിൻ്റെയും ശത്രുവായ സാത്താനും അവൻ്റെ പിശാചുക്കളുമാണ്. അപ്പോൾ ദൈവജനത്തിൻ്റെ സ്ട്രെങ്ത്തിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. അവരുടെ പ്രാർത്ഥനയുടെ ബലത്തെ കുറയ്ക്കണം.
ഇപ്പോൾ കൂട്ടായ്മ കുറയുമ്പോൾ, പ്രാർത്ഥന കുറയുമ്പോൾ അവരുടെ സ്ട്രെങ്തിനെ കുറയ്ക്കാൻ പറ്റുമെന്ന് പിശാച് ചിന്തിക്കുന്നു. നമുക്ക് നോക്കാം, മോശയുടെ കാലഘട്ടത്തിൽ ആ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നശിപ്പിച്ചു കളയാൻ ശ്രമിച്ചുവെങ്കിലും അവർ എണ്ണത്തിൽ പെരുകി വന്നു. പിശാച് എന്ത് ശ്രമിക്കുന്നുവോ അതിനപ്പുറമായിട്ട് ദൈവത്തിൻ്റെ ജനത്തെ ദൈവം കരുതും, ദൈവത്തിൻ്റെ ജനത്തെ ദൈവം സൂക്ഷിക്കും, ദൈവത്തിൻ്റെ ജനത്തിൽ അവരുടെ എണ്ണം വർദ്ധിപ്പിക്കും, അവരുടെ അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിക്കും, അവരുടെ വാഗ്ദത്തങ്ങളെ കർത്താവ് നിവർത്തിക്കും. ഇവിടെ പറയുന്നുണ്ട്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. നീ സന്തോഷിക്കണം. എന്തിനെ സന്തോഷിക്കണമെന്ന് പറഞ്ഞാൽ, ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെ. ന്യായവിസ്താരത്തിൽ, ദൈവത്തിൻ്റെ ന്യായവിസ്താര സഭയിൽ എല്ലാ ജാതികളെയും വംശങ്ങളെയും, ഗോത്രക്കാരെയും ഭാഷക്കാരെയും വംശക്കാരും രാജാക്കന്മാരെയും എല്ലാം ദൈവം കൂട്ടിവരുത്തും. കാരണം സർവ്വസൃഷ്ടിയും ദൈവത്തിൻ്റെ വകയായാൽ ആ സമയം പീഡ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തെ ഇവരെ വിധിക്കുവാൻ ദൈവം കൊണ്ടുവരും. ഇത് ഈ ലോകം മുഴുവനും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അന്ന് നമ്മൾ ആർത്ത് സന്തോഷിക്കും. ദൈവത്തിൻ്റെ മക്കൾ അന്ന് ആർത്ത് സന്തോഷിക്കും. അതുകൊണ്ടാണ് കർത്താവായ യേശു പറഞ്ഞത്, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ നിങ്ങൾ എന്തിനാ ഭയപ്പെടേണ്ടത്? അതായത് പീഡകളും കഷ്ടവും ദുരിതവും എല്ലാം വർദ്ധിച്ചു വരുമെങ്കിലും, നമുക്ക് സഹിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ കൂടി കടന്നു പോകുമെങ്കിൽ, ആ പരീക്ഷയിലൊക്കെ, നമുക്ക് കടന്നു വരുന്ന പരീക്ഷകൾ, പരിശോധനകളിലൊക്കെ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ക്രിസ്തു ഉറപ്പിക്കുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യും. എന്നാൽ പലപ്പോഴും നമുക്ക് മുറിവേൽക്കാറുണ്ട്, വേദനകൾ വർദ്ധിക്കാറുണ്ട്. നമ്മളെ ലജ്ജിപ്പിക്കുമാറ് പിശാച് പല രീതികളിലും മനുഷ്യരിലൂടെ പോരാടും. അപ്പം അങ്ങനെയൊക്കെയുള്ള അനുഭവം വരുമ്പോൾ ദേഹിയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്ന ആ ദൈവത്തെ, നമ്മുടെ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദേഹത്തെ കൊല്ലുവാൻ ശ്രമിക്കുന്ന ഈ ലോകത്തെ ഭയപ്പെടരുതെന്ന് കർത്താവായ യേശു നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. തിരുവെഴുത്തിൽ അങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു വിശ്വാസികളായ ദൈവജനം, നാം മനുഷ്യരെ ഭയപ്പെടരുത്, മനുഷ്യരെ യാതൊരു രീതിയിലും ഭയപ്പെടരുത്. ക്രിസ്തുവിൽ മരിക്കുന്ന യാതൊരു ഭക്തൻ്റെ ആത്മാവ് അത് നിശ്ചയമായി ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ അത് വസിക്കും. നാം രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ നാം കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്തോത്ര സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവിനെ ദൈവം സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തോടു കൂടി നാം ജീവിക്കണമെന്നേ ഉള്ളൂ. നമ്മുടെ സ്വഭാവം ക്രമീകരിച്ച് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളും ശുശ്രൂഷകളും ചെയ്ത് കർത്താവിന് പ്രസാദകരമാറും അതിനൊന്നും ഒരു മങ്ങൽ ഏൽപ്പിക്കാതെ നാം പോകുമെങ്കിൽ നമ്മുടെ ആത്മാവ് സുരക്ഷിതമായി കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെയുണ്ട്. എന്നാൽ ക്രിസ്തു വിശ്വാസികൾക്കെതിരെ പ്രവർത്തിക്കുന്ന ദൈവമാകെ മുട്ടുമടക്കാൻ മനസ്സില്ലാത്ത യാവരെയും ന്യായവിസ്താര സമയത്ത് കൊണ്ടുവരുമ്പോൾ അപ്പോൾ പരസ്യമായി നാം മാനിക്കപ്പെടും. ഇന്ന് പീഡ അനുഭവിക്കുന്ന നമ്മെക്കൊണ്ട് ദൈവം അന്ന് ന്യായം വിധിക്കും. ഇത് ഓർത്ത് നമ്മുടെ മനസ്സ് സന്തോഷിക്കണം. അതുകൊണ്ട് സുവിശേഷം വെളിപ്പെടുത്താതിരിക്കുകയോ, നീതിമാനായ കർത്താവിൻ്റെ വചനങ്ങൾ വെളിപ്പെടുത്താതിരിക്കുകയോ, അതിന് ഭയപ്പെടുകയോ ഒന്നും ചെയ്യരുത്. ദൈവവചനം പറയേണ്ട രീതിയിൽ പറയണം. ദൈവവചനത്തെ മറച്ചു വയ്ക്കാതെ, അതിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ അത് വെളിപ്പെടുത്തേണ്ടവണ്ണം വെളിപ്പെടുത്തുകയും അതിന് പ്രകാരം ഉപദേശിക്കുകയോ ഒക്കെ ചെയ്യണം. പക്ഷേ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ഈ ഭൂമിയിൽ കഷ്ടമുണ്ടെങ്കിലും ദുരിതമുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ജാതികൾ കലയിക്കട്ടെ, വംശങ്ങൾ പ്രശ്നം സൃഷ്ടിക്കട്ടെ, പിശാചും അവൻ്റെ സൈന്യങ്ങൾ എത്ര തന്നെ ബലത്തോടെ നമുക്കെതിരെ കടന്നു വന്നാലും അവൻ്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽപ്പാനുള്ള അഭിഷേകവും ദൈവസാന്നിധ്യവും നമ്മുടെ മേൽ പകർന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി അവനെ ജയിക്കാൻ നമുക്ക് കഴിയും. എന്നാൽ മനുഷ്യരെ ഇളക്കി വിട്ടുകൊണ്ടുള്ള അവൻ്റെ പ്രവൃത്തികളെ, ആ തന്ത്രങ്ങളെ, അതിനെ ദൈവം അബദ്ധമാക്കട്ടെ. ആ കാരണം കൊണ്ട് നാം ഒരിക്കലും സുവിശേഷത്തെ വെളിപ്പെടുത്താതിരിക്കാൻ പാടില്ല. സുവിശേഷം അറിയിക്കേണ്ട ഇടത്തൊക്കെ നാം പോയി സുവിശേഷം അറിയിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവിനാൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കണം. സ്തോത്രം. രോഗികളെ സൗഖ്യമാക്കണം. അതുപോലെ തന്നെ വ്യാധികളെയും ദീനങ്ങളെയും സൗഖ്യമാക്കണം. ഇത് ക്രിസ്തുവിൻ്റെ ആ കർത്താവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിലൂടെയാണ് സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവിലൂടെയാണ് സംഭവിക്കേണ്ടത്. അതിനൊത്തവണ്ണം ഒരു ജീവിതം നയിച്ചാൽ മാത്രമേ ഇതൊക്കെ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ദൈവജനം ഒറ്റക്കെട്ടായി ക്രിസ്തുവിൽ നിലനിൽക്കണം. ഈ ക്രിസ്തുവിൽ ഏകാഗ്ര ഹൃദയത്തോടെ, ഏകാഗ്ര മനസ്സോടെ, സ്വാർത്ഥത കൂടാതെ
യാതൊരു ദ്രവ്യാഗ്രഹവും കൂടാതെ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ചെയ്യുമെങ്കിൽ ആമേൻ സ്തോത്രം, ദൈവത്തിൻ്റെ നാമം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നമ്മൾ നിമിത്തം മഹത്വപ്പെടും. കർത്താവിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടും. കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ദൈവത്തിൻ്റെ രാജ്യം ശക്തിയോടെ വെളിപ്പെടും. ഇതിനായിട്ട് നാം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാൻ കർത്താവ് നമ്മെ ഏവരെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ രക്ഷകനുമായ പ്രിയ യേശുവേ, എൻ്റെ ദൈവത്തിനും ദൈവത്തിൻ്റെ അഭിഷിക്തർക്കും ദൈവജനത്തിനും ദൈവസമൂഹത്തിനെതിരായി ജാതികളും വംശങ്ങളും ഭൂമിയിലെ രാജാക്കന്മാരും ദേശങ്ങളുടെ അധിപതികളും ഒത്തുകൂടി കർത്താവേ, ആമേൻ, ഞങ്ങളുടെ സഭയ്ക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ ആമേൻ സ്തോത്ര, സൈന്യങ്ങളുടെ യഹോവേ, അങ്ങ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പകർന്നിരിക്കുന്ന അഭിഷേകം, അങ്ങ് പകർന്നിരിക്കുന്ന ദൈവസാന്നിധ്യം, അങ്ങ് പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.